ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 11-ാമത്തെ ആയത്താണ് ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ പറഞ്ഞു മുഅ്മിനുകളെ കുറിച്ച് 5 ആയത്തും അവിശ്വാസികളെ കുറിച്ച് 2 ആയത്തും മുനാഫിക്കുകളെ കുറിച്ച് 13 ആയത്തുമാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ അല്ലാഹു തആല വിശദീകരിക്കുന്നത്. അപ്പോൾ കാരണം കൂടുതൽ കാര്യങ്ങൾ അവരിലേക്ക് അവരുടെ ചില സ്വഭാവങ്ങൾ അല്ലാഹു തആല എടുത്ത് കാണിക്കുകയാണ്, നിഫാഖിന്റെ അടയാളങ്ങൾ. അതുപോലെ ഇനി അതിന്റെ ബാക്കിയാണ്, കഴിഞ്ഞ ആയത്തുകൾ നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഇനി അതിന്റെ ബാക്കിയാണ് പറയുന്നത്. വൈദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ, അതായത് മുഅ്മിനീങ്ങളായ ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ ഈ മുനാഫിക്കുകളായ ആളോട് ചില വിഷയങ്ങൾ പറഞ്ഞാൽ അപ്പോൾ അവർ പ്രതികരിക്കുന്ന പ്രതികരണമാണ് ഇനിയും പറയുന്നത്. വൈദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ ലാ തുഫ്സിദു ഫിൽ അർളി ഭൂമിയിൽ നിങ്ങൾ എന്തുണ്ടാക്കരുത്, ഫസാദ് ഉണ്ടാക്കരുത് എന്ന് പറയപ്പെട്ടാൽ. ഫസാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസാദ് പറഞ്ഞാൽ നേരെയുള്ള ആ അവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കലിനാണ് ഏത് പറയാ, ഫസാദ് പറയാം. അതിന്റെ നേരെ വിപരീതമാണ് സ്വലാഹ് എന്ന് പറയാം. ഒന്നും ഫസാദ്, മറ്റൊന്ന് സ്വലാഹ് എന്ന് പറയും, നേരെ വിപരീതമാണ്. അപ്പോ ഒരു ഫസാദ് ഉണ്ടാക്കിയാൽ, ഫസാദ് ഗുണകരവും ദോഷകരവും സ്വലാഹ് ഗുണകരവുമാണ്. ഫസാദിലൂടെ എന്തുണ്ടാവും? മനുഷ്യന്റെ നല്ല നിലനിൽപ്പിന്റെ അവസ്ഥക്ക് എന്ത് ചെയ്യും? ആസ്തികാമത്ത് നീങ്ങും. ഫസാദ് പുറപ്പെടുന്നതോട് എന്ത് ചെയ്യും? മനുഷ്യന്മാരുടെ നേരെ ചൊവ്വയുള്ള അവസ്ഥക്ക് എന്ത് ചെയ്യും? വ്യതിയാനങ്ങൾ സംഭവിക്കും. അപ്പൊ അടിമകളുടെ മൊത്തത്തിലുള്ള അവസ്ഥകൾക്ക് എന്ത് ചെയ്യും? ഇത് മാറ്റം വരുത്തും, അവരുടെ നല്ല അവസ്ഥക്ക് മാറ്റം വരുത്തും. അതുകൊണ്ടാണ് ഫസാദ് ചെയ്യരുത്, ഫസാദ് വലിയൊരു പ്രയാസം സംഗതിയാണെന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയാൻ കാരണം. അപ്പൊ വൈദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ ലാ തുഫ്സിദു ഫിൽ അർളി ഭൂമിയിൽ നിങ്ങൾ എന്തുണ്ടാക്കരുത്, ഫസാദ് ഉണ്ടാക്കരുത്. ഫസാദ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസാദ് ഇവരുണ്ടാക്കണില്ല. കാരണം ഫസാദ് പ്രത്യക്ഷത്തിൽ ഉണ്ടാക്കിയ പിന്നെ അതിന് ആക്ഷൻസ് വരും. ഫസാദ് ഉണ്ടാക്കലെന്ന് വെച്ചാൽ ഫസാദ് ഉണ്ടാക്കുന്ന കുറെ കാരണങ്ങൾ, പ്രവർത്തനങ്ങൾ എന്തുണ്ട് മനുഷ്യന്മാര് ഉണ്ടാക്കുന്നുണ്ട്. ഡയറക്റ്റ് അത് ഫസാദ് അല്ലെങ്കിലും അത് ലാസ്റ്റ് അതിന്റെ അനന്തരഫലം ഉണ്ടാക്കൽ ഏതാണ്? ഫസാദ്. ചില സ്ഥലത്തൊക്കെ നമ്മൾ എന്നിട്ട് 1-2 വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ടാവുള്ളൂ, പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും, പിന്നെ അവിടെ നടക്കുന്ന പുള്ള എന്തായിരിക്കും? ഫസാദായിരിക്കും. ഫസാദ് ഉണ്ടാക്കണ കാരണം, ഫസാദ് ഉണ്ടാക്കരുത് പറഞ്ഞാൽ ഫസാദ് ഉണ്ടാകാവുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ മുമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്ന്. അവിടെ ഫസാദ് ഡയറക്റ്റ് അവർ ഉണ്ടാക്കിയിട്ടില്ല മുനാഫിക്കുകള്. പക്ഷെ അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലാസ്റ്റ് എത്തുന്നത് ഇതിലേക്കാണ്, ഫസാദിലേക്കാണ്. അപ്പൊ ഫസാദ് ഉണ്ടാക്കുന്ന കാരണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ്. എന്താണ്? മുഅ്മിനീങ്ങളുടെ സ്വകാര്യത. അന്ന് മുനാഫിക്കുകൾ ചെയ്ത സംഗതി എന്താ? മുഅ്മിനീങ്ങളെ ആളുകളുടെ കൂടെ നിന്ന് അവരുടെ സ്വകാര്യതകളൊക്കെ ഒപ്പിയെടുത്ത് അപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്യും? മറ്റുള്ള മുശ്രിക്കീങ്ങൾക്കും പിന്നെ ജൂതർക്കും മറ്റവർക്കും എന്ത് ചെയ്യും? അവരിങ്ങനെ കൈമാറ്റം ചെയ്യും. അപ്പൊ അത് പിന്നീട് എന്ത് വരും? വലിയൊരു ഫസാദിലേക്ക് അത് എത്തിച്ചേരും. അപ്പൊ മുഅ്മിനീങ്ങളുടെ സ്വകാര്യതകൾ, ഇവിടുത്തെ സ്വകാര്യങ്ങൾ പോയിട്ടുണ്ട് അവിടെ പറയാ. അപ്പോ അത് ലാസ്റ്റ് വലിയ ഫസാദിലേക്ക് പോകും. വൈദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ ലാ തുഫ്സിദു ഫിൽ അർള് ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് നുബുവത്ത് വരെ ഭൂമിയിൽ ഒരുപാട് തിന്മകളുടെ അരാജകത്വം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനത്തോടുകൂടി എന്ത് ചെയ്തു? നബി വന്ന് ആളുകളിലേക്ക് നന്മ ചൊരിഞ്ഞതോടുകൂടി ഫസാദൊക്കെ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി. പിന്നീട് വീണ്ടും മനുഷ്യന്മാര് തിന്മയിലേക്ക് പോയതോടെ ഭൂമിയിൽ ഏതുണ്ടാകാൻ തുടങ്ങി? ഫസാദ് ഉണ്ടാകാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ കാലഘട്ടം, ആ സമയത്ത് സഹാബികൾ ദീനിലേക്ക് വന്ന്
ഒരു നല്ലൊരു സുവർണ കാലഘട്ടത്തിലായിരുന്നു. ആ സമയത്ത് ഫസാദുകളൊന്നും ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് അതിൽ നിന്ന് വ്യതിചാനങ്ങൾ വന്ന് ഖലീഫമാരും അത് കുറെ മെയിൻറ്റെയിൻ ചെയ്തു. പിന്നീട് അതിൽ നിന്ന് പലരും തിന്മയിലേക്ക് പോയതുകൂടി എന്തുണ്ടായി, രണ്ടാമത് ഭൂമിയിൽ വന്ന് ഫസാദ് ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പൊ ഭൂമി നന്നാക്കിയതിന് ശേഷമാണ് പിന്നീട് എന്ത് ചെയ്തത്, ഫസാദ് പിന്നെയും അവിടെ വന്നത്. വൈദാഖിലും അവരോട് പറയപ്പെട്ടാൽ ലാ തുഫ്സിദൂ ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഖാലൂ, അവര് പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, തീർച്ചയായിട്ടും ഞങ്ങൾ സൽക്കർമ്മങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നവർ മാത്രമാണ്, ഞങ്ങൾ ആരല്ല, ഫസാദിങ്ങൾ അല്ല എന്നവര് പറയും. ഞങ്ങൾ ആരാണ്? ഞങ്ങൾ നന്മകൾ പ്രവർത്തിക്കുന്നവർ മാത്രമാണ് എന്നാണ് അവർ പറയാ, ഞങ്ങൾ ഫസാദികളല്ല. അപ്പോൾ ഇത് ശരിക്കും ഒരു അപകടകരമായ ഒരു സാഹചര്യമാണ്. ഈ പ്രതികരണത്തിലൂടെ നമുക്ക് അല്ലാഹു തആല മനസ്സിലാക്കി തരുന്നത് മനുഷ്യന് സംഭവിക്കുന്ന ഒരു അപകടകരമായ സാഹചര്യം എന്താ? നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോഴും തിന്മകൾ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ്? തെറ്റല്ല, ഞങ്ങൾ ചെയ്യുന്നത് നന്മ, ഞങ്ങൾ വേറെ കുഴപ്പമൊന്നും ചെയ്യണില്ലല്ലോ, ഞങ്ങളിത് നല്ലതാണ് ചെയ്യുന്നത്, ഞങ്ങൾ നല്ല ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത് എന്ന ഒരു മാനസിക തോന്നല് ഒരു മനുഷ്യന് വന്നെത്തുണ്ടെങ്കിൽ അയാൾ അങ്ങേയറ്റം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഫസാദ് ചെയ്തിട്ട് പോലും ഞാൻ ചെയ്യുന്നത് എന്തല്ല, ഫസാദാണ് എന്നുള്ള ബോധം പോലും മനുഷ്യന് വരുന്നില്ലെങ്കിൽ അവൻ വളരെ ഡേഞ്ചർ അവസ്ഥയിലാണ്. മുനാഫിക്കുകളെ ആളുകൾ അതാണ് പറഞ്ഞത്, അവര് ഫസാദാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? ഞങ്ങള് സ്വാലിഹീങ്ങളാണ്, ഞങ്ങൾ നന്മ പ്രവർത്തിക്കുന്നവരാണ് അവർ പറഞ്ഞത്. അപ്പൊ നമ്മളിലൂടെ ചില തിന്മകളും ചില ഫസാദുകളും ഉണ്ടാവുമ്പോൾ പോലും നമുക്ക് തന്നെ എന്ത് ചെയ്യണില്ല, അതൊരു ഫസാദായി തോന്നണില്ല എങ്കിൽ നമ്മളെ കാര്യം വളരെ പരിതാപകരമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ പ്രശ്നമുണ്ട്. തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അത് തെറ്റായിട്ട് അല്ലെങ്കിൽ അത് ഫിത്തനായിട്ട് നമുക്ക് തോന്നണില്ലെങ്കിൽ. മറ്റത് നമ്മൾ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞൊരു വാക്ക് അത് പറയാൻ പാടില്ലായിരുന്നു, മോശമായിരുന്നു, വേണ്ടില്ല എന്നൊരു കുറ്റബോധം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അല്ലെങ്കിൽ ഞാൻ ചെയ്തത്, ഞാൻ അവിടെ പോയിട്ട് അവിടെ ഞാൻ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഇപ്പോൾ ഇപ്പുറത്ത് പോയിട്ട് ആ കുടുംബത്തിൽ പോയിട്ട് അത് പറഞ്ഞത് അത് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു നന്മയാണ്. അല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യണം നന്മ. അങ്ങനെ ആളുകൾ അങ്ങനെ അധികം ആളുകൾ ചിലരങ്ങനെ ചെയ്യാറുണ്ട്. ഓരോ വാക്കും പ്രവർത്തനമൊക്കെ ഒരുപാട് ഫിത്തനകളുണ്ടാവും, പക്ഷെ അവർക്കത് ഫിത്തനായിട്ട് എന്ത് ചെയ്യണില്ല, തോന്നണില്ല. അതാണ് ഇവിടെ ആർക്ക് സംഭവിച്ചത്? മുനാഫിക്കുകൾ സംഭവിച്ചത്. ആ ഒരു തോന്നൽ വരുന്നിടത്തോളം കാലം മനുഷ്യൻ എന്ത് ചെയ്യപ്പെട്ടില്ല, നന്നാവാനുള്ള അധ്യായം എന്ത് ചെയ്യാണ്, അടയാണ്. അപ്പൊ മനുഷ്യന്റെ ആ തോന്നൽ കൊണ്ട് അല്ലാഹു തആല അവനെ ആ ഒരു വിഭാഗമാക്കി അല്ലാഹു തആല മാറ്റുന്നുണ്ടെന്നാ. ഈ തോട്ട്സ് വരുന്നതോടുകൂടി അവന്റെ മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട് അല്ലാഹു തആല പിന്നെ അത് നന്മയാക്കി കൊടുക്കും. അവന്റെ ചിന്താഗതി എങ്ങനെ ആയതുകൊണ്ട് അവൻ അയച്ചു വിടുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിൽ കാണാം, എന്താണ്, അഫമൻ സുജ്ജിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന. പരിശുദ്ധ ഖുർആനിലെ ഫാത്തിർ 8 കാണാം. ചില ആളുകൾ അങ്ങനെ കാണാം, ഫാത്തിർ 8 കാണാം. ഒരുത്തന്റെ അവസ്ഥ പറയണം, അവൻ തിന്മ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ അവൻ കാണുന്നത് ആ തിന്മ ഏതായിട്ടാണ്, നന്മയാണ്. തിന്മയാണെന്ന് പോലും, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പോലും ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഇടപെടുന്നത്, അല്ലെങ്കിൽ എന്റെ ഇവിടുത്തെ പ്രവർത്തനം, ഇത് നാട്ടിലൊരു ഫസാദാണ്, ഒരു ഫിത്തനയാണ്, ഞാനിപ്പോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, മോശമാണ്, എന്നെ കൊണ്ട് ഇവിടെ നാട് ഭിന്നിക്കും, ഫിത്തനയാണ് എന്ന് പോലും ഒരു മനുഷ്യന് തോന്നണില്ലെങ്കിൽ അവന്റെ കാര്യം അപകടമാണ്. ചില ആളുകൾ ഉണ്ടാവല്ലോ, അവര് പിന്നെ നാളെ രണ്ടാക്കിയിട്ട് അവരാണ് പോവുള്ളൂ, ഫിത്തന ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് അവർക്കത് തോന്നണില്ല, അത് ഫിത്തനയായിട്ട് എന്ത് ചെയ്യണില്ല, തോന്നണില്ല. അപ്പൊ ചില ആളുകളെ അവസ്ഥയാണ് അല്ലാഹു തആല ഒരു തിന്മകളെ അല്ലാഹു തആല അവർക്ക് നന്മയാക്കി കൊടുക്കും. അതൊരു ഏറ്റവും വലിയ ഏതാണ്, ഒരു പരാജയമാണ്. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അപ്പൊ ഫൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ, അവര് പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, തീർച്ചയായിട്ടും ഞങ്ങൾ സൽക്രമം പ്രവർത്തിക്കുന്നവർ മാത്രമാണ് എന്ന് അവർ പറയും. അപ്പോൾ അല്ലാഹു തആല
എന്ത് ചെയ്യണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് അവരുടെ നിലപാട് വ്യക്തമാക്കി കൊടുക്കണം. എന്താണ്? അലാ, അറിയുക, ഇന്നഹും, തീർച്ചയായിട്ടും അവർ, ഹുമുൽ മുഫ്സിദൂൻ, അവർ ഫസാദികൾ തന്നെയാണ്. അവരാരാണ്? അവർ ഫസാദികൾ തന്നെയാണ്. വലാകിൻ ലാ യശൂറൂൻ, പക്ഷെ അവരെന്തില്ല, കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പോ ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഗുണപാഠെന്താണ്? നമുക്കെതിരെ ആരെങ്കിലും ഫസാദ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ആ ഫസാദ് ഉണ്ടാക്കൽ എന്ന് പറഞ്ഞാൽ അവര് അതിനെ ന്യായീകരിക്കുകയാണെങ്കിൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ആരേറ്റെടുക്കും? അള്ളാഹു ഏറ്റെടുക്കും. വിശ്വാസിക്ക് ഇവിടെ വേണ്ട ക്ഷമയാണ്. അപ്പൊ നമുക്കെതിരെ ഇങ്ങനെ ഫസാദുകൾ നടക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്തു? അത് ഫസാദാണെങ്കിൽ ചെയ്യല് എന്നൊക്കെയുള്ള നടപടികളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എതിർപക്ഷത്തുള്ള ആളുകൾ അത് ഫസാദല്ല, അവർ നന്മയായിട്ട് പറഞ്ഞു നടക്കുകയാണെങ്കിൽ അള്ളാഹു തആല ആ വിഷയം ഏറ്റെടുക്കുന്നതാണ്. ഇവിടെ മുനാഫിഖുകൾ മുഅ്മിനീങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് എന്നാണ്. മുനാഫിഖുകൾ പറഞ്ഞു ഞങ്ങൾ ചെയ്യണത് എന്താണ്? നന്മയാണെന്നാണ്. ആ പഠിച്ചോ എന്താ പറഞ്ഞത്? നിങ്ങളാണ് ഫസാദികൾ എന്നാണ്. അപ്പൊ എന്താ മനസ്സിലായത്? മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഈ കാര്യം ആരേറ്റെടുത്തു? അള്ളാഹു തആല ഏറ്റെടുത്തു എന്നാണ്. അപ്പൊ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ വിശ്വാസിക്ക് വരുന്ന ആ പ്രതിസന്ധികൾ അള്ളാഹു തആല ഏറ്റെടുക്കും. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരിക്കൽ വലീദ് പറഞ്ഞു, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഭ്രാന്തനാണ് എന്ന് ആരോട് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഭ്രാന്തനാണ് എന്ന് മാത്രമാണ് റസൂലുള്ളാഹി ആര് പറഞ്ഞത്? വലീദ് പറഞ്ഞത്. അപ്പൊ അള്ളാഹു തആല എന്ത് പറഞ്ഞു? നബിയെ, നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, പഠിച്ചവന്റെ അനുഗ്രഹം, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നബിയെ നിങ്ങൾ ആരല്ല, നിങ്ങൾ ഭ്രാന്തൻ അല്ല എന്ന് പറഞ്ഞിട്ട് പഠിച്ചവൻ ചെയ്ത് നിങ്ങളെ ഭ്രാന്തനാക്കിയവൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചു. നിങ്ങൾ നോക്കണോ? പഠിച്ചവന്റെ അനുഗ്രഹം തൽക്കാലം നിങ്ങൾക്ക് ഏതില്ല? ഭ്രാന്തില്ല. ഇനി നിങ്ങളെ ഭ്രാന്തൻ എന്ന് പറഞ്ഞ ആളെ അവസ്ഥ എന്താ? അതാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. സൂറത്തുൽ ഖലമിൽ കാണാം, വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈറി മുഅ്തദിൻ അസീം ഉത്തുല്യം ബഅദ ദാലിക സനീം. 10 വൃത്തികെട്ട സ്വഭാവത്തിന്റെ ആളാണ് നിങ്ങളോട് ഭ്രാന്തൻ എന്ന് പറഞ്ഞ ആള് എന്നാണ് ആര് പറഞ്ഞത്? റസൂലുള്ളാഹി, പരിശുദ്ധ ഖുർആൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു ആരോപണം വന്നു, ഫിത്ന വന്നു. നബിതങ്ങൾ എന്ത് ചെയ്തു? അത് ക്ഷമിച്ചപ്പോ നബിതങ്ങൾക്ക് വേണ്ടി ആ വിഷയം ആര് ഏറ്റെടുത്തു? അള്ളാഹു തആല ഏറ്റെടുത്തു. എതിരാളിയെ കുറിച്ച്, അയാൾ ആരാണ്? ഖൈറിനെ തടയുവനാണ്, വളരെ നീചനാണ്, ഈ ഈബത്തിന് വിമത്തിട്ട് നടക്കുന്ന ആളാണ്. അതുപോലെ തന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ, ധിക്കാരിയാണ്, തെറ്റ് ചെയ്യുന്നവളാണ്. അതിലൊക്കെ പുറമെ ആരാണ്? അയാൾ ജാരസന്തതിയാണ്. അതുകൊണ്ട് ആര് പറഞ്ഞു? ഖുർആനോട് പറഞ്ഞു. അയാൾ ആരാണ്? ജാരസന്തതിയാണ്. അയാൾക്ക് ഏതില്ല? അഡ്രസ്സില്ല നബിയെ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വലീദിനെ കുറിച്ച് വലീദ് ആയത്തിറങ്ങിയപ്പോ എന്താ ചോദിച്ചത്? വലീദ് ആയത്തിറങ്ങി എന്ത് ചെയ്ത്? വാളെടുത്തിട്ട് പോയി നമ്മാൻ്റെ അടുത്തേക്ക്. ഇപ്പൊ പറഞ്ഞു എന്റെ വാപ്പാനാണ്. അപ്പൊ ആരാ? വാപ്പ മാറിയിരിക്കും. മാതാവ് പേടിച്ചപ്പോ വാപ്പാന്റെ അഡ്രസ് കറക്റ്റ് പറഞ്ഞു കൊടുത്ത്. അപ്പൊ ഇതുവരെ പറഞ്ഞ വാപ്പല്ല യഥാർത്ഥ വാപ്പ. അപ്പൊ ഇത്രയധികം അപമാനിതനായ അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചത് പ്രവാചകനെ കുറിച്ചുള്ള ആരോപണം. അപ്പൊ ഒരു വിശ്വാസിന്റെ കാര്യത്തിൽ നന്മയിൽ പോകുമ്പോ ഫസാദുകൾ നടക്കുകയാണെങ്കിൽ ആ ഫസാദുകൾ നടന്നോട്ടെ, നമ്മളത് നോക്കണ്ട. നമ്മൾ ഫസാദ് ഉണ്ടാക്കല്ലേ എന്ന് മാത്രമാണെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഫിത്ന ഫസാദിന് വിട്ടുന്നാൽ മതി. ആ കാര്യം ആരേറ്റെടുക്കും? അള്ളാഹു തആല ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആന്റെ ഓരോന്നിനും നമുക്ക് നൽകുന്ന പാഠം. അതിൽ നമ്മൾ ബുദ്ധിമുട്ടൂല, കുടുങ്ങൂല, വെറുതെ. അതൊക്കെ നമ്മൾ സബ്ബൂസ് ചെയ്ത് മുന്നോട്ട് പോയാൽ ആ ഫസാദുകളൊക്കെ നേരെ അങ്ങനെ തന്നെ പോയിട്ടുണ്ടാവും. ഒന്നും നമുക്ക് എഫക്റ്റ് ആവൂല. ഇവിടെ ഈ കുറിച്ച ഖുർആനിൽ ഞങ്ങൾ സ്വാലിഹ്യങ്ങളാണ്, ഞങ്ങൾ ഫസാദികളെല്ലാം പഠിച്ചത് എന്ത് ചെയ്ത്? നിങ്ങൾ തന്നെയാണ് ഫസാദികൾ എന്ന് അല്ലാഹു തആല എന്ത് ചെയ്ത്? നേരെ റിട്ടേൺ അവരിലേക്ക് പോയി. അല്ല, അറിയുക, ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, തീർച്ചയായിട്ടും അവരാരാണ്? അവർ ഫസാദികൾ തന്നെയാണ് എന്ന് എന്ത് ചെയ്തു? ആയത്തിലൂടെ അല്ലാഹു തആല അവരെ അവതരിപ്പിച്ചു. നോക്കുക, വൈദാ ഖീല ലഹും,
അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആയത്തിലൂടെ മനസ്സിലാകുന്നത്, തിന്മ ചെയ്തിട്ട് വഴികേട് നമ്മളിൽ ഉണ്ടാക്കിയിട്ട് എന്താണ് അത് സൽക്രമാണ് എന്ന് തോന്നുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാലൻ അല്ലദീന നല്ല സഹ്യക്കും അങ്ങനെ ആയത്തുണ്ടല്ലോ. നബിയെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഏറ്റവും വലിയ പരാജിതകാരാണ് തിന്മ പ്രവർത്തിച്ചിട്ട് നന്മയായിട്ട് തോന്നുന്നവനാണ്. തെറ്റ് തെറ്റാണെന്ന് തിരിച്ചറിയാൻ ഒരു മനുഷ്യന് ബോധമുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല, ആ തെറ്റും പ്രശ്നമല്ല, തെറ്റ് അല്ലാതെ പുറത്തൊരു. പക്ഷെ ഞാൻ ചെയ്ത് തെറ്റാണെന്നുള്ളൊരു തിരിച്ചറിവ് അടിമക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അടിമയുടെ വിജയം. ഞാൻ ചെയ്ത് തെറ്റാണെന്നുള്ള ഒരു ബോധം അടിമക്കില്ലെങ്കിൽ അത് ഒരു ഏറ്റവും വലിയ ഒരു പരാജയമായിട്ടാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മളെ കാക്കട്ടെ. പിന്നീട് മുനാഫിക്കുള്ള മറ്റൊരു സ്വഭാവം പറയാണ്. അപ്പോൾ മുനാഫിക്കായി നിഫാക്കിന്റെ ഒരു വലിയ അടയാളമാണ് തിന്മ ചെയ്യുമ്പോഴും ഫസാദ് ഉണ്ടാക്കി നടക്കുമ്പോഴും ഞാൻ ഫസാദിയല്ല എന്ന് തോന്നാൻ. ഞാൻ നാട്ടിൽ ചെയ്യുന്നത് നന്മയാണ്. മഹല് ഭിന്നിക്കുക, സംഘടനകൾ ഭിന്നിപ്പിക്കുക, കുടുംബങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുക, എന്നിട്ട് അവിടെ മര്യാദയ്ക്ക് നടക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് കയറി ഇടപെട്ടിട്ട് ഞാൻ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണെന്ന് തോന്നുക, അതായത് ചെയ്യാൻ നോക്കുക. പക്ഷെ അയാളുടെ ഇടപെടലാണ് നാടാകെ ചെയ്തിട്ടുണ്ട് കുട്ടിച്ചോറായത്. അയാളോട് ആവശ്യമില്ലായിരുന്നു, വെറുതെ പോയിട്ട് ഞാൻ ചെയ്യണത് നല്ലതാണെന്ന് തോന്നിയാൽ പോയി ചെയ്യാണ്. അപ്പോൾ അതിൽ ആ നല്ലത് നാടിന് ആകായിയാണ്, ഇടക്കാഴ്ചയാണെന്ന് മനസ്സിലാക്കാനുള്ള അവസ്ഥ പോലും തിരിച്ചറിയാതിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയമാണ്. നിഫാഖിന്റെ ഒരു മുനാഫിക്കുകളുടെ ഒരു സ്വഭാവമാണ്. വൈദാ ഖീലഹും, അവരോട് പറയപ്പെട്ടാൽ, ആമിനു, നിങ്ങൾ വിശ്വസിക്കുവിൻ, കമാ ആമനൻ നാസു, ജനങ്ങൾ വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ. അതായത് വൈദാ ഖീലഹും, അവരോട് പറയപ്പെട്ടാൽ, ആമിനു, നിങ്ങൾ വിശ്വസിക്കുവിൻ. ഇവിടെ യഥാർത്ഥത്തിൽ അവരാരാണ്? വിശ്വസിച്ചവരായിട്ടാണ് ഇവിടെ പ്രത്യക്ഷമായി നിൽക്കുന്നത്. പിന്നെ അവരോട് വിശ്വസിക്കുന്ന എന്താ? വിശ്വസിച്ചതുപോലെ വിശ്വാസമുള്ള രീതിയിലുള്ള പ്രവർത്തനം. നിങ്ങളെ പ്രവർത്തനത്തിനും കൂടി ഏതുണ്ടാകണം? വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനം ഉണ്ടാവണം. അപ്പൊ മനസ്സിലായല്ലേ? അപ്പോ നാവ് കൊണ്ട് മോമിനാണ് എന്ന് പറയുന്നത് കാര്യമില്ല, ഇതിനെ അംഗീകരിക്കണില്ല എന്നർത്ഥം. നാവ് കൊണ്ട് ഒരാൾ കെലിമ ചെല്ലുകൊണ്ട് കാര്യമില്ല. അയാളുടെ ഹൃദയത്തിൽ എന്തുണ്ടാകണം? ആ വിശ്വാസം ഉണ്ടായിട്ട് അതിനനുസരിച്ചുള്ള എന്ത് ചെയ്യണം? വിശ്വാസം തെളിയിക്കപ്പെടണം. വിശ്വാസം തെളിയിക്കപ്പെടാന്നുള്ളത് എന്താണ്? ആ വിശ്വാസത്തിന് അനുസൃതമായ കർമ്മങ്ങൾ ആരിലുണ്ടാകണം? വിശ്വാസിയിൽ ഉണ്ടാകണം. അപ്പോഴാണ് വിശ്വാസം തെളിയിക്കപ്പെടുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വൈദാക്കിലും അവരോട് പറയപ്പെട്ടാൽ, ആമീനോ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ വിശ്വസിക്കുവിനെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ എന്താ അറിയോ? ഇവിടെ ഒരു കൽപ്പനയാണ്. നേരത്തെ ആയത്തിൽ നഹിയാണ്. നേരത്തെ ആയത്തിൽ എന്താണ്? ഈ രണ്ടായത്തിൽ കൊടുത്തുകൊണ്ട് നമുക്ക് എന്തുണ്ട്? വിശ്വാസിക്ക് കുറെ പാഠങ്ങളുണ്ട്. ആദ്യത്തെ ആയത്തിൽ നഹിയാണ്, ഞാൻ തുഫ്സിദ്, നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്, അത് വിരോധിക്കലാണ്. ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? ആമീനോ, കൽപ്പനയാണ്, നിങ്ങൾ വിശ്വസിക്കുക. ഇത് അമ്രാണ്, മറ്റേ നഹിയാണ്. അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈമാൻ പരിപൂർണമാകണമെങ്കിൽ ഈ രണ്ട് സംഗതികൾ എന്ത് ചെയ്യണം? അയാളിൽ ഉണ്ടാവണം. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അത് നമുക്ക് ഇടപെടാൻ പറ്റുന്നിടത്ത് അതിനുള്ള വോയിസ് നമ്മൾ ഉപയോഗിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ദീൻ ചെയ്യണം. നമുക്ക് എങ്ങനെയാണ് സാധ്യമാകുക ആ രീതി ചെയ്യണം. എല്ലായിടത്തും പോയി നന്മ കൽപ്പിക്കാൻ തിന്മ വിരോധിക്കാൻ കഴിയില്ല. പക്ഷെ എങ്ങനെയാണോ നമുക്ക് സാധ്യമാകുന്നത് ആ സാധ്യമാകുന്നിടത്ത് നമ്മൾ ഇത് പ്രയോഗിക്കണം. അതാണ് ഈമാന്റെ പരിപൂർണത. ഇവിടെ അല്ലാഹു തആല അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു ഭാഗത്ത് തിന്മ വിരോധിച്ചു, മറുഭാഗത്ത് നന്മ കൽപ്പിച്ചു. അപ്പൊ അത് രണ്ടും ഉണ്ടാവുമ്പോഴാണ് ഈമാൻ പരിപൂർണമാകുന്നത്. അല്ലെങ്കിൽ അത് നമുക്കത് കഴിയില്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾക്ക് മാനസികമായി പിന്തുണയും നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ ചെയ്യുന്നവരെ, ചെയ്യാൻ പറ്റുന്നവരെ പിന്നിൽ നിന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിനുള്ള എല്ലാ പിന്തുണയും കൊടുത്തിട്ട് അവരെ കൂടെ നിന്നിട്ട് ചെറിയൊരു ഭാഗമാകണം. അപ്പൊ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരും കൂടെയാകണം ആര്? മുഅ്മിൻ എന്നും കൂടി ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വൈദാ ഖീലഹും, അവരോട് പറയപ്പെട്ടാൽ, ആമീനു, നിങ്ങൾ വിശ്വസിക്കുവിൻ, കമാ ആമനൻ നാസു, ജനങ്ങൾ വിശ്വസിക്കുന്നത് പോലെ. അന്നാസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? മനുഷ്യത്തിൽ പരിപൂർണ കമാലിയത്തുള്ള ആളുകൾ, അതാണ് അന്നാസ്. നാസ് എന്ന് പറഞ്ഞ മനുഷ്യനാണ്. പക്ഷെ യഥാർത്ഥ മനുഷ്യൻ ആരാണ്? വിശ്വാസത്തിൽ പരിപൂർണതയുള്ളതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാം, അല്ലെങ്കിൽ നബി തങ്ങളെ പിൻപറ്റുന്ന ആരാകാം, സഹാബികളാകാം. അപ്പോഴാണ് അന്നാസ് ആകാം. മറ്റേ നാസാണ്.
നാസറിന് എന്താണ്? മറ്റേ അൽ ഇൻസാനാണ്, ഒറിജിനൽ മനുഷ്യൻ. മനുഷ്യനാകാൻ പല പണിയുണ്ട്, പക്ഷെ ഒറിജിനൽ മനുഷ്യനാകാൻ കുറച്ച് എന്തുണ്ട്? മനുഷ്യനാകാൻ പണിയില്ല. മനുഷ്യൻ നമ്മൾ സൃഷ്ടിപ്പിലെ മനുഷ്യനാണ്, പക്ഷെ ഒറിജിനൽ മനുഷ്യനാകണേ എന്തുണ്ട്? കുറച്ച് പണിയുണ്ട്. ഇവിടെ അള്ളാഹു തആല നമ്മൾ പറയുന്നത് എന്താണ്? നിങ്ങൾ ഒറിജിനൽ മനുഷ്യനാകാനാണ്. അല്ല എന്താ പറഞ്ഞത്? അന്നാസ് എന്നാണ്, യഥാർത്ഥ മനുഷ്യന്മാരാകണം എന്നാണ്. മനുഷ്യനായിട്ട് കാര്യമില്ല. മനുഷ്യനും മൃഗം തമ്മിൽ കുറെ വിഷയത്തിൽ ഈക്വലാണ്. മൃഗങ്ങൾക്കുള്ള കുറെ സ്വഭാവം മനുഷ്യനുണ്ട്, മനുഷ്യനുള്ള കുറെ സ്വഭാവം മൃഗങ്ങൾക്കുണ്ട്. എന്നാൽ മൃഗങ്ങൾക്ക് ഇല്ലാത്ത കുറച്ച് സ്വഭാവം മനുഷ്യനുണ്ടാവേണ്ടതുണ്ട്. അപ്പോഴാണ് അന്നാസാവുക. അപ്പോ നമ്മളിവിടെ ആകേണ്ട അന്നാസാണ്. അതുകൊണ്ട് അല്ലാഹു തആല അവിടെ അൽഫ് ലാം ഇട്ട് പറയാൻ കാരണം നിങ്ങൾ ഒറിജിനൽ മനുഷ്യന്മാരാകാന്നുള്ളത്, ഒറിജിനൽ റിയൽ മുഅ്മിനാകുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ അന്നാസ് അൽഫ് ലാം ഇട്ട് പറയാൻ കാരണം. അപ്പോൾ വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടപ്പോൾ, ആമിനു നിങ്ങൾ വിശ്വസിക്കുവിൻ, കമാ ആമനൻ നാസു ജനങ്ങൾ വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലു അവർ പറയും, അനുഅ്മിനു ഞങ്ങൾ വിശ്വസിക്കുകയോ, കമാ ആമന സുബ്ഹാ വിഡ്ഢികൾ വിശ്വസിച്ച പോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ. അപ്പോ ഇത് ഡയറക്റ്റ് പറയുന്നല്ല. ഇതിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലും സഹാബികളും ചിലരുടെ ചില മുനാഫിക്കുകളാൻ സാധ്യതയുള്ള ആളോട് യഥാർത്ഥ മുഅ്മിനീങ്ങളെ നിങ്ങൾ മാറുവിൻ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല? ഡയറക്റ്റ് നിങ്ങളെപ്പോലെ വിഡ്ഢികളായ ആളെ വിശ്വസിച്ച പോലെ ഞങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അതറിയും, വിവരം അറിയില്ലോ. കാരണം അവിടെ അതുകൊണ്ടല്ല അവർ മുനാഫിക്കുകളായി നിൽക്കാൻ കാരണം, പേടിച്ചിട്ടാണല്ലോ. അവർ മുനാഫിക്കായി നിൽക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ, ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. അപ്പോ ഇത് എന്താണ്? ഇവര് എവിടെയാണിത് പറയുന്നത്? ഇതാണ് മോചിതത്ത്. ഈ ആയത്ത് ഭയങ്കര മോചിതത്തിൽ. എന്താണ്? ഇവരോട് വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവർ തമ്മിൽ ഒഴിഞ്ഞിരുന്നിട്ട് പറയും, ഈ വിഡ്ഢികൾ വിശ്വസിക്കുക നമ്മള്, ഇവർക്ക് വേറെ കഥയില്ല എന്നെന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? തമ്മിൽ പറയും, അല്ലെങ്കിൽ ഉള്ളിൽ പറയും. സഹാബികൾ അവരോട് നിങ്ങൾ നല്ല ഈമാനോട് നമ്മളെ കൂടെ വരുമ്പോ വിശ്വസി പറയും, ഉള്ളിലെന്ത്? നിങ്ങളെപ്പോലത്തെ വിഡ്ഢികളെ പോലെ വിശ്വസിക്കണ പണിയല്ലേ, അതിനിപ്പോ നമ്മളെ കിട്ടും എന്ന അവരുടെ ഉള്ളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല എന്ത് ചെയ്യുന്നത്? പുറത്തു കൊണ്ടിരുന്നത്. അപ്പോ ആലോചിച്ചോളാം, ചിന്തിക്കുന്നവർ, ഞാൻ പറഞ്ഞില്ലേ ഈ മുനാഫികളെ കുറിച്ച് ഇത്രയും അധികം ആയത്തുകൾ. കാരണം എന്താ? അവരുടെ ഉള്ള് പുറത്തേക്ക് ഈ ആയത്തിലൂടെ അവതരിക്കപ്പെട്ടപ്പോൾ അവർക്ക് ശാസ്ത്രത്തിൽ എന്ത് ചെയ്യാം? മനസ്സിലാക്കാം, പ്രവാചകൻ യഥാർത്ഥ പ്രവാചകനാണ്, നബി തങ്ങൾ യഥാർത്ഥവാനാണ്. കാരണം വെച്ചാൽ നമ്മൾ സ്വകാര്യമായി സംസാരിച്ചതും നമ്മളതിന്റെ ഉള്ളിന്റെ ഉള്ളുമാണ്, നമ്മളെ യഥാർത്ഥ മനസ്സാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ എങ്ങനെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനി ഇങ്ങനെ ഈ നിലപാട് തുടർന്നാൽ അപകടകരമാണ്. അതുകൊണ്ട് നമ്മൾ നിലപാട് മാറ്റണം എന്നും കൂടി ചിന്തിക്കാൻ അവർക്ക് കാരണമാവും. കാരണം അത്രയും അവരുടെ മനസ്സിൽ എന്താണോ, അല്ലെങ്കിൽ അവർ സ്വകാര്യമായി എന്താണോ ചർച്ച ചെയ്യുന്നത്, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ആയത്തായിട്ട് എന്ത് ചെയ്യുന്നത്? അവതരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അവരുടെ എല്ലാ സ്വഭാവങ്ങളും ആയത്തിലൂടെ അവതരിക്കപ്പെട്ടുകൊണ്ടാണ് മുനാഫികളെ കുറിച്ച് ആയത്തുകൾ കൂടാനുള്ള കാരണം. എന്ന് വെച്ചാൽ അവർക്ക് മാത്രമല്ല, പിൽക്കാല സമൂഹത്തിനും അവരുടെ മനസ്സ് പരിശുദ്ധ ഖുർആനിലൂടെ തുറന്നു കിട്ടുകയാണെന്നുള്ള ചരിത്രപരമായ ഒരു പഠനമാണ്. അപ്പൊ അതൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെയും ഖുർആന്റെയും യാഥാർത്ഥ്യം ഇവിടെ തെളിയിക്കുകയാണ്. അപ്പൊ അവർക്ക് അത് ചിന്തിക്കാൻ പറ്റും, പിൽക്കാലത്ത് ചരിത്രം പഠിക്കുന്നവർക്ക് ചിന്തിക്കാം. ആ കാലത്ത് സമൂഹത്തിന്റെ നിലപാടിനനുസരിച്ചാണ്, മാനസികമായ നിലപാടിനനുസരിച്ചാണ് റസൂലുള്ളാഹിന്റെ വായിലൂടെ പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത് എന്നുകൂടെ അതിൽ മനസ്സിലാക്കാം. അപ്പോൾ അവർ തമ്മിൽ പറഞ്ഞാണ്, അല്ലാണ്ട് ഡയറക്റ്റായിട്ട് പ്രത്യക്ഷമായിട്ട് വരുന്നോട് ഞങ്ങൾ ഞങ്ങളുമായി വിശ്വസിക്കാനുള്ള വിഡ്ഢിത്തം ഞങ്ങൾക്ക് കിട്ടൂല എന്നല്ല. പുറത്ത് അവർ നല്ല വിശ്വാസികളായിട്ട് അഭിനയിച്ചിരുന്നു, ഉള്ളിലാരായിരുന്നു അവരുടെ ചിന്താഗതി ഇങ്ങനെയായിരുന്നു. വൈദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ, ആമിനു നിങ്ങൾ വിശ്വസിക്കുകയും, കമാ ആമനൻ നാസു ജനങ്ങൾ വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കുകയും. ഖാലു അപ്പോൾ അവർ പറയും, അനുഅ്മിനു ഞങ്ങൾ വിശ്വസിക്കുകയോ, എന്ത്? കമാ ആമന സുബ്ഹാ വിഡ്ഢികൾ വിശ്വസിച്ച പോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ. അവരുദ്ദേശിക്കുന്നത് പിന്നെ ശുഐബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, ഇങ്ങനത്തെ കുറെ സാധുക്കളായ ആളുകളുണ്ട്. ഇവര് വെറുതെ മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ട് ഇവര് എല്ലാം കുടുംബവും എല്ലാം ഒന്നുമില്ലാതെ ഒരു ഗതിയില്ല, ഇങ്ങനെ റസൂലുള്ളാഹിനെ പിന്നെ എടുക്കാണ്. ഈ വക വിഡ്ഢിത്തരത്തിനൊന്നും ആരെ കിട്ടൂല, ഞങ്ങളെ കിട്ടൂല. ഞങ്ങളെ കാര്യം നടക്കാൻ വേണ്ടി ഞങ്ങൾ ആരെ കൂടെ കൂടുന്നുണ്ട്? പ്രവാചകന്റെ കൂടെ. അപ്പൊ ഇവരെ കൂടിയവരൊക്കെ ഒരു വിഡ്ഢികളായിട്ടാണ് ഇവരെ മൈൻഡിലുള്ളത് എന്നാണ് അവർ കാണിക്കുന്നത്. അപ്പോ അല്ലാഹു തആല പറയുന്നത് നോക്കുങ്ങളും അല്ല അറിയുക, അല്ല ഇവര് തമ്മിൽ
വിഡ്ഢികൾ വിശ്വസിക്കണവരെ വിശ്വസിക്കുക നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേന് അള്ളാഹു തആല നേരെ പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കാണ്. അലാ അറിയുക, ഇന്നഹും തീർച്ചയായിട്ടും ഹുമുസ്സുഫഹാ അവർ തന്നെയാണ് വിഡ്ഢികൾ. ഇവരിങ്ങനെ മറ്റവരെ വിഡ്ഢി ഇറങ്ങുന്ന ആയത്തിറങ്ങി. എന്ത് റസൂലുള്ളാഹിക്ക് ആയത്തിറങ്ങി, പ്രവാചകൻ ആയത്തിറങ്ങിക്കണ്. നമ്മൾ അവരെ കളിയാക്കി വിഡ്ഢികൾ എന്ന് പറഞ്ഞപ്പോൾ ആയത്തിറങ്ങി. അലാ ഇന്നഹും ഹുമുസ്സുഫഹാ അവരാണ് വിഡ്ഢികൾ എന്ന്. ഇത് റസൂലുള്ളാഹി ആർക്ക് ഓതി കൊടുക്കാണ്? ഇവർക്ക് ഓതി കൊടുക്കണം. കുറച്ച് അന്തമുള്ളവനാണ് മണ്ടക്കടിയിട്ട് പോലെ ഉണ്ടാവൂലേ, അവർക്കടിയിലെ ആയത്തിനാണ് ഹുമസ് അല ഇന്നഹും അല അറിയുക ഇന്നഹും തീർച്ചയായിട്ടും ഹുമസ്സുഫാ അവർ തന്നെയാണ് വിഡ്ഢികൾ. വലാകില്ല യഅലമൂൻ പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അവര് അറിയുന്നില്ല എന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്ത് അവർക്ക് അപ്പോൾ തന്നെ അവതരിക്കുകയുണ്ടായി. അതോടുകൂടി കുറച്ചും കൂടി ചിന്തിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ലേശം ഹിദായത്തിന്റെ വഴി നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്മന്റെ മാർഗത്തേക്ക് ചെറിയൊരു പൊടി വെളിച്ചം നമ്മൾ ഇട്ടുകൊടുത്താൽ ബാക്കി പഠിച്ച നമ്മൾ എന്ത് ചെയ്യും, സഹായിക്കും. എന്നിട്ടും അവർക്കത് ബോധം വരുന്നില്ലെങ്കിൽ അതിന്റെ ഇരട്ടി അന്ധത അള്ളാഹു തആലയുടെ കാരുണ്യം അവരിൽ നിന്ന് പറ്റ പോകുന്നത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥ കൂടി അവിടെ ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് വിഡ്ഢികൾ എന്ന് പറഞ്ഞുകൂടി അവർക്ക് മനസ്സിലാക്കാം, ഇത് തങ്ങളെ കുറിച്ചാണല്ലോ. അപ്പൊ നമ്മളെ കുറിച്ചുള്ള വിഷയങ്ങൾ ഇവിടെ അറിയപ്പെടുന്നുണ്ടല്ലോ, ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ ഇത് പ്രവാചകൻ എങ്ങനെ അറിയുന്നു? അപ്പൊ ഇത് ദൈവികമായ ഒരു സഹായത്തിന്റെ പിന്നിലുണ്ടല്ലോ എന്ന് ചിന്തിക്കാനും കൂടിയാണ് അങ്ങനെയൊക്കെ ആയത്തിറങ്ങുന്നത്. പിൽക്കാല സമൂഹത്തിനും ഈ സമൂഹത്തിന്റെ ആ ഒരു നമ്മളിപ്പോ പറയുമ്പോ എന്താ, അന്ന് ഇങ്ങനൊക്കെ അവരുടെ ഇടയിൽ ചർച്ച ചെന്നപ്പോൾ കുറച്ച് ഖുർആന്റെ ആയത്തിറങ്ങിയല്ലോ. അപ്പൊ നമുക്കതെന്താണ്, ഒരു അത്ഭുതമാണ് എന്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ. അപ്പോൾ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാം. അള്ളാഹു തആല നിലക്ക് ദീനിയായിട്ട് നല്ല അവസ്ഥയിൽ നിൽക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ നിഫാഖിൽ നിന്നും കപടതയിൽ നിന്നും അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ.